നീ നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച എത്രയോ പേരുണ്ട്. അയ്യോ, നീ ഭൂമിക്ക് ഭാരമായി എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചവരുടെ മുൻപിൽ നീ ചിന്തിച്ചിട്ടില്ലേ? അതെ, ഞാനങ്ങ് ഇല്ലാതായി പോയായിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ അടിയിൽ ഞാനങ്ങ് പെട്ടുപോയായിരുന്നെങ്കിൽ, അയ്യോ ഒരു വിഷക്കുപ്പിയിൽ എന്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചായിരുന്നെങ്കിൽ. ഇല്ല, ഇന്ന് രാത്രിയിൽ നിന്നെ ശേഷിപ്പിച്ചതിന്റെ പിന്നിൽ, ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം നിന്നെ കേൾപ്പിക്കുന്നതിന്റെ പിന്നിൽ, ഇന്ന് രാത്രിയിൽ നിന്റെ ആയുസ് അസ്തമിച്ചു പോകാൻ 100 സാധ്യതകൾ ഉണ്ടായിട്ടും ഇന്ന് രാത്രിയിൽ ജീവനോടെ ശേഷിപ്പിച്ച് ഈ സന്ദേശം നിന്നെ കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരേ ഒരു കാരണം, നീ നശിച്ചു പോകാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിൽ ജീവിക്കുന്നു. ഇന്ന് രാത്രിയിൽ അത് തിരിച്ചറിയുന്നവർ മാത്രം ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ശബ്ദമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. എത്ര ഭയങ്കര സ്നേഹമാണെന്നറിയാവോ നമ്മുടെ കർത്താവിന്റെ സ്നേഹം. ഇന്ന് രാത്രി അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല, അത്രമാത്രം ഭയങ്കര സ്നേഹം. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ മുടിയനായ പുത്രൻ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോകുക. വേണേ കല്ലെറിഞ്ഞൊക്കെ കൊല്ലായിരുന്നു, അപ്പം വിചാരിച്ചു പോട്ടെന്ന് വിചാരിച്ചു. അവൻ വീട്ടിൽ നിന്ന് പോവാ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ, കണ്ണും വെട്ടത്തൂന്ന് മറഞ്ഞ സമയം മുതൽ അപ്പൻ ഇവനെ നോക്കിയിരിക്കുക. ഇന്ന് വരും, നാളെ വരും, ഇങ്ങനെ നോക്കി 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 നോക്കിയിരിക്കുക. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്റെ പാസ്റ്ററിന് എങ്ങനെ മനസ്സിലായി അപ്പൻ ഇത്രമാത്രം നോക്കിയിരുന്നെന്ന്? ആ ഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. ഞാൻ ചോദിക്കട്ടെ, ഇവൻ തിരിച്ചു വരുന്നു എന്നുള്ള വാർത്ത ആരെങ്കിലും പറഞ്ഞിട്ടാണോ അപ്പൻ അറിഞ്ഞ്? വീട്ടിലെ വേലക്കാരെങ്കിലും വന്നിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പ പോയവൻ തിരിച്ചു വരുന്നുണ്ട്, ഓടിച്ചല്ല, ആരെങ്കിലും പറഞ്ഞോ? ഒരു മനുഷ്യനും പറഞ്ഞില്ല. ആരെങ്കിലും പറയുന്നതിന് മുൻപേ തന്നെ അപ്പൻ കണ്ടു അപ്പന്റെ മോൻ ദൂരേന്ന് തിരിച്ചു വരുന്നത്. ഇന്ന് രാത്രി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? അപ്പൻ ഇന്ന് രാത്രിയിലും നിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുക. ഒരുപക്ഷെ നീ മടങ്ങി വരണമെന്ന് അയൽവക്കത്തുള്ളവർക്ക് താല്പര്യമില്ലായിരിക്കും, നീ മടങ്ങി വരണമെന്ന് ദേശത്തുള്ളവർക്ക് താല്പര്യമില്ലായിരിക്കും. നീ എങ്ങനെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് നോക്കിയിരിക്കുന്നവരായിരിക്കാം ചുറ്റുപാടുകളിലുള്ളത്. പക്ഷെ എന്റെ സ്വർഗത്തിന്റെ പിതാവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതം പാപത്തിന്റെ കടിച്ചുവപ്പായിരുന്നാലും ഇന്ന് രാത്രിയിൽ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ തക്കവണ്ണം കാൽവറി ക്രൂശിൽ നിന്ന് ഒഴുകുന്ന കട്ടപിടിക്കാത്ത രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ സന്തോഷത്തോടെ വിളിച്ചു പറയണം. എല്ലാവരും നശിക്കണമെന്ന് ആഗ്രഹിച്ചാലും, എല്ലാവരും ഞാൻ അനുഗ്രഹിക്കപ്പെടരുതെന്ന് ആഗ്രഹിച്ചാലും, എല്ലാവരും എന്റെ